എല്ലാവർക്കും നമസ്കാരം. എന്തെല്ലാം രീതിയിലുള്ള ആളുകളാണല്ലേ നമ്മുടെ ചുറ്റുപാടുള്ളത്. ചില അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുക. ഒരു അനുഭവം ഒരമ്മ അയച്ചു തന്നിട്ടുണ്ട്. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പേരൊന്നും പറയരുത്, ആർക്കെങ്കിലും ഒരു വിഷമായാലോ എന്നുള്ളത് ഒരു പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് വായിക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ പേര് ഇന്നയാളാണ്, ഇപ്പോൾ എറണാകുളത്താണ് താമസം. ബ്രാക്കറ്റിൽ ഇട്ടത് ഉറക്കെ വായിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. കാരണം വേണ്ടപ്പെട്ടവർക്ക് പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. നമസ്കാരം ശ്രീ. കഴിഞ്ഞ 27 വർഷമായി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ആ നടയിലെത്താൻ സാധിക്കുന്നു. ഇപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഭഗവാനെ പ്രാർത്ഥിച്ചിറങ്ങും. ആരുമില്ലാത്തവർക്ക് അദ്ദേഹം കൂട്ടിനുണ്ടാവും എന്ന് ഉറപ്പോടെ. ഇത്രയും വർഷങ്ങൾക്കിടെ ധാരാളം നല്ല നല്ല അനുഭവങ്ങൾ ആ നടയിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. അതിലൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി. ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണെങ്കിലും വ്യക്തമായി ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒന്ന്. എൻ്റെ മോനും അവൻ്റെ അച്ഛനും ഞാനും കൂടിയാണ് ഗുരുവായൂരിൽ പോയത്. ഭംഗിയായി തൊഴുതു. പാൽപ്പായസമൊക്കെ വാങ്ങി തിരിച്ചു വന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ അനുജത്തി താമസിക്കുന്നത്. പതിവ് പോലെ അവൾക്കും പായസം കൊടുക്കുവാൻ അങ്ങോട്ട് കയറണമെന്ന് പറഞ്ഞത് മോൻ്റെ അച്ഛന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതും പതിവുള്ളത് തന്നെയാണ്. പായസം അവൾക്ക് കൊടുക്കാതെ വീട്ടിലെത്തി ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേ ദിവസം പുറത്തെടുത്ത് നോക്കിയപ്പോൾ ചീത്തയായിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. അത് കളയുന്ന സമയത്ത് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഭഗവാന്റെ പ്രസാദമല്ലേ, എത്ര പേര് കഴിക്കേണ്ടതാണ്, അതിങ്ങനെ കളയേണ്ടി വന്നല്ലോ എന്നോർത്ത് എനിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഇനി എന്നാണോ എൻ്റെ അനിയത്തിക്ക് കൂടി കൊടുക്കുവാൻ പറ്റുന്നത് അന്ന് ഞങ്ങൾക്ക് പായസം തന്നാൽ മതിയെന്ന്. എല്ലാ മാസവും ഗുരുവായൂരിൽ പോകും. ചിലപ്പോൾ പായസത്തിന് പാത്രം കൊണ്ടുപോകും, അല്ലെങ്കിൽ പാത്രം അവിടുന്ന് വാങ്ങാമെന്ന് കരുതി പോകും. പക്ഷേ പായസം മാത്രം കിട്ടില്ല. കാര്യം എനിക്ക് പിടികിട്ടി. അങ്ങനെ 6 മാസമെങ്കിലും കഴിഞ്ഞു കാണും. പതിവ് പോലെ ഒരു ദിവസം ഞങ്ങൾ ഗുരുവായൂരിലേക്ക് പോകാനിറങ്ങി. ഇറങ്ങാൻ നേരം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, പായസത്തിന് പാത്രം എടുത്തോളൂ, അനിയത്തിയുടെ പേര് പറഞ്ഞിട്ട് വരുന്ന വഴി അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അന്ന് തൊഴുത് പുറത്തിറങ്ങി. പായസവും കിട്ടി, അനിയത്തിക്കും കൊടുത്തു. അത്ഭുതമെന്നല്ലാതെ എന്തു പറയാൻ. പങ്കിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പല മനുഷ്യർക്കും അറിയില്ല. ത്രിമധുരത്തിൽ വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ നല്ലത് വരട്ടെ. അവസാനം പറഞ്ഞതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് അല്ലേ. പങ്കിട്ട് കഴിക്കുക എന്നുള്ളത്, നമുക്ക് കിട്ടുന്നത് മറ്റൊരാൾക്കും കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സന്ദേശം കൂടിയാണ്, ഇതൊരു അനുഭവം മാത്രമല്ല, ഇതൊരു സന്ദേശവും കൂടിയാണ് അല്ലേ. അപ്പം എല്ലാവരിലേക്ക് എത്തിക്കുക. ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. കൂടുതൽ അനുഭവങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യാം. പിന്നെ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് വഴി വാങ്ങുകയും ചെയ്യാം കേട്ടോ. ഹരേ കൃഷ്ണ.